പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഈ റോഡിൽ. ഈ ക്ലാസിക് കാറുകളും ലക്ഷറി കാറുകളും എല്ലാം റോഡിൻ്റെ രണ്ട് സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാറുകൾ കണ്ടിങ്ങനെ നടന്ന് പോകാം. പതിനായിരക്കണക്കിന് ആൾക്കാരാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. കുറേ നേരമായി ഞങ്ങളൊരു പാർക്കിങ്ങിന് കിട്ടാൻ വേണ്ടി വട്ടടിച്ച് നടക്കുകയാണ്. കാരണം ഇവിടെ ഈ ക്ലാസിക് കാർ ഷോയുടെ ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം കംപ്ലീറ്റ് പാർക്കിങ്ങും ഫിൽഡായി. ഈ ഫ്രാങ്കൻമൂത്ത് ടൗൺ എന്ന് പറയുന്നത് ഒരു 3.17 സ്ക്വയർ മൈൽ മാത്രം, അതേപോലെ ഒരു വെറും 5000-ൽ താഴെ ജനസംഖ്യ മാത്രമുള്ളൊരു ജർമ്മൻ സ്റ്റൈലുള്ള ടൗണാണ്. പക്ഷേ ഇവിടെ സീസണിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ സ്ട്രീറ്റിലുണ്ടാവുക. കാരണം അത്രയധികം ആൾക്കാർ പുറത്തുനിന്നും ഇവിടെ ഇത് കാണാനായിട്ട് വരും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇപ്പോൾ ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇനി ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിനി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് കാണാം. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഈ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് എന്താ പറയുക, ആയിരക്കണക്കിന് ആൾക്കാർ ഈ കാറിൻ്റെ ഫെസ്റ്റിവൽ ഈ ഷോ കാണാനായിട്ട് രണ്ട് സൈഡിലും കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ ഈ ഒരു പട്ടണത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മുഴുവൻ ജർമ്മൻ ആർക്കിടെക്ചറിൻ്റെ ഒരു കരവിരുത് നമുക്ക് കാണാം. 1845 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഫ്രാങ്കൻമുത്ത് എന്ന് പറയുന്നത്. അതായത് ജർമ്മൻകാരുടെ ഒരു ഏരിയ ആണ്, ബവേറിയൻ വില്ലേജ് എന്ന് പറയും. ജർമ്മൻകാരാണ്, ജർമ്മൻ സംസ്കാരമാണ് ഇവിടെ. എന്താ പറയുക, മൊത്തത്തിലൊരു ജർമ്മൻ മയമാണ്. ഒരുപാട് കാര്യങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, അവരുടെ ആ കൾച്ചറിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതേപോലെ ജർമ്മൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അവരുടെ ഫെസ്റ്റിവലുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസവും വളരെ ലക്കിയാണ്. ഇന്നിവിടെ ക്ലാസിക് കാറിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട് ഈ ബവേറിയൻ വില്ലേജിൽ. അപ്പോൾ എന്താ പറയുക, പണ്ട് ജാമ്പോവൻ്റെ കാലത്തുള്ള കാറ് മുതൽ ആ ഒരു സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു കിടിലൻ പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ ഫ്രാങ്കൻമൂത്ത് ഈ ജർമ്മൻ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അടിപൊളി, ഏതോ ഒരു എന്താ പറയുക ചക്രവ്യൂഹത്തിൽ വന്ന് പെട്ട പോലെ ഉണ്ട്. ഈ ക്ലാസിക് കാറുകൾ ഈ സ്ട്രീറ്റ് വഴി തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കരണം പൊട്ടിപ്പോവും. വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ടൗണാണത്. സൈഡിലെ നടപ്പാതയാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകളും അതിലൊക്കെ പൂക്കടകൾ തൂക്കിയിട്ട് അത്രയ്ക്ക്, പിന്നെന്താ റോഡിൻ്റെ രണ്ട് സൈഡിലും മൊത്തം ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഒരു ഒട്ടുക്കത്തെ ഭംഗിയാട്ടോ. ഇത് ചീസ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു റീറ്റെയിൽ ഷോപ്പാണ്. ഈ ടൗണിലെ ഒരു എന്താ പറയുക വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ചീസാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അതുപോലെ ഈ ടൗണിലെ ഷോപ്പിംഗ് സെൻറ്ററുകൾ, ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ ഒരു രക്ഷയിലാണ്. അത്രയും എന്താ പറയുക മനോഹരമായിട്ടുള്ള
രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളാണ്. ഷോപ്പിങ്ങിന് താല്പര്യമുള്ളവർക്കൊക്കെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ അറഞ്ഞം പറഞ്ഞ് ഷോപ്പിംഗ് നടത്തും. അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, നമ്മളെ ത്രസിപ്പിക്കുന്നതും കൊതിപ്പിക്കുന്നതും രീതിയിലാണ് ഇവിടെ സാധനങ്ങൾ മൊത്തം ഉള്ളത്. ഇവിടെ ഒത്തിരി മാർബിളുകളുണ്ട്. ഇത് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ പഴയ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിനെ കോട്ടി എന്ന് പറയും, ചില സ്ഥലത്ത് ഗോലി എന്ന് പറയും, ചില സ്ഥലത്ത് വട്ട് എന്ന് പറയും. ഈ സാധനം വെച്ച് ഒരുപാട് കളികൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതിൽ വേറൊരു മെയിൻ പരിപാടി ഉണ്ടായിരുന്നു. പിള്ളേർ കളിക്കുമ്പോൾ നമ്മൾ അത് അവരുടെ കോട്ടി വാരിയിട്ട് ഓടും. പിന്നെ അതിൻ്റെ പേരിൽ ഉഗ്രൻ ഇടിയാവും. ഇഷ്ടം പോലെ ഉണ്ട്, പല ടൈപ്പ്, പല ഡിസൈന്, പല വണ്ണം. സാധാരണ നമ്മളൊക്കെ നാട്ടിൽ കളിക്കുന്ന സമയത്ത് വെറും പ്ലെയിൻ ആയിട്ടുള്ള ഗോട്ടികളായിരുന്നു. അന്ന് അപൂർവമായിട്ട് ഇതേപോലെയൊക്കെ കളർ ഗോട്ടികൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് വലിയ എന്തോ നിധി കിട്ടിയ പോലെ നമ്മൾ സാധാരണ എടുത്ത് വയ്ക്കാറുണ്ട്. ഇവിടെ ഒരു കറുത്തൊരു സാധനമുണ്ട്. ഇത് ഓർമ്മത്തിന് നമുക്ക് പണ്ടൊരു സോഡ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതേപോലത്തെ കറുത്ത ഗോട്ടി വരിക. അത് എന്താ പറയുക, വെള്ളം നിറച്ച് ഒരുമാതിരി വട്ട കഴുത്തുള്ളതാണ്, വെച്ച് കറക്കിയെടുക്കണ മെഷീൻ. ആ ജനറേഷനുള്ള ആൾക്കാർക്ക് അറിയാം. ഇത് കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നത്. ഫ്രാങ്കൻമൂത്ത് ടൗണിനോട് ചേർന്നുള്ള മനോഹരമായൊരു സംഭവമാണ് ഈ വുഡൻ കവർ ബ്രിഡ്ജ്. 239 അടി നീളം, അതേപോലെ 13.8 അടി പൊക്കമുള്ള 1980 പണി കഴിപ്പിച്ച ഒരു തടിയുടെ പാലമാണിത്. ഇവരെ സംബന്ധിച്ച് പുതിയ എന്താ പറയുക, സ്റ്റീൽ പാലം പണിയാൻ കഴിവില്ലാണ്ടല്ല, പക്ഷേ ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ആ പഴമയെ നിലനിർത്തും. അതേപോലെ ആ ഒരു ജർമ്മൻ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു വൈവിധ്യം ഒക്കെ വിളിച്ചറിയിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു കവർ ബ്രിഡ്ജാണ് ഈ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇവരുടെ മരപ്പണിയും കൺസ്ട്രക്ഷനും ഒക്കെ. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട് സൈഡിൽ പ്രത്യേകം സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നത് ശരിക്കും അതിൻ്റെ അപ്പുറ സൈഡിലാണ്. അതിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. വളരെ മനോഹരമായൊരു ഷോപ്പിംഗ് ഏരിയ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ആ റോഡിൻ്റെ സൈഡിലുള്ളത് തന്നെയാണ്. ശരിക്കും ഓരോ ബ്ലോക്കായി തിരിഞ്ഞ് വില്ലകൾ പോലെയാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. ശരിക്കും നമ്മൾ വിചാരിക്കും ആൾക്കാർ താമസിക്കുന്ന വില്ലകളാണെന്ന്, പക്ഷേ അതൊക്കെ വളരെ മനോഹരമായ ഗിഫ്റ്റുകളും അതേപോലെ റെസ്റ്റോറൻറ്റുകൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, അതിൻ്റെയൊക്കെ മനോഹരമായ ഷോപ്പുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് കയറി നൈസായിട്ടൊന്ന് കാണേണ്ട കാഴ്ചയാണ്.
ആക്ച്വലി ഇത് 1856 പണിതൊരു ഹോട്ടലാണ്. ഒരു രക്ഷയില്ല, നല്ല കട്ട വിശപ്പായി. അപ്പോൾ നമ്മൾ 5 മണിക്കാണ് ക്ലാസിക് കാറിൻ്റെ ഷോയുടെ റാലി തുടങ്ങുന്നത്. 500-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വലിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി അവിടെ ഏറ്റവും ഫേമസ് ആയ ഒരു ചിക്കൻ ഡിന്നറുണ്ട്, ദ വേൾഡ് ഫേമസ് ചിക്കൻ ഡിന്നർ. അപ്പോൾ $30 ഒരാൾക്ക്. അപ്പോൾ നമ്മളെന്തായാലും റാലി തുടങ്ങുന്നതിന് മുമ്പ് ഫുഡൊക്കെ അടിച്ച് സെറ്റപ്പായിട്ട് പോയി കാണാനുള്ള പരിപാടിയാണ്. ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ആപ്പറ്റൈസറൊക്കെ കഴിച്ചിരിക്കുകയാണ്. നമ്മളിനി ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് ഈ ആപ്പറ്റൈസറൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇവരുടെ കണക്കനുസരിച്ച് ഇതുവരെ 30 ദശലക്ഷം ആൾക്കാരാണ് ഈ ഹോട്ടലിൽ വന്ന് ഇതുവരെ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയതിൻ്റെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. ഇത് മാഷ് പൊട്ടാറ്റോ ഉണ്ട്, ബ്രോക്കലി, പിന്നെ ചിക്കൻ, നൂഡിൽസ്. അപ്പോൾ സാധനങ്ങളൊക്കെ എത്തി, നമ്മൾ റെഡിയാണ്. അപ്പോൾ ഇനി തകർക്കാം. Gambira food. So how did you enjoy your supper? Oh, it was so filling. It's good stuffed. ഒരു രക്ഷയില്ലാട്ടോ, പക്ക ഫുള്ളായി. ആയിരക്കണക്കിന് ആൾക്കാർ ഈ കാർ ഷോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ സാധനം ആരംഭിക്കും. അത് കാരണം എല്ലാവരും വളരെ തിരിലടിച്ചിരിക്കുകയാണ്. നമ്മളും കുറച്ച് നേരം നമ്മൾ ആ ഷോ കാണാനായിട്ടൂടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ദേ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, നേരെ കാർ ഷോയിലേക്ക് കിടക്കാം നമുക്ക്. അടിപൊളി സ്ഥലം, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ നമ്മുടെ ഇന്നത്തെ യാത്രയോട് അവസാനിക്കുകയാണ്. പക്ഷേ കൂടുതൽ യാത്രകളും വീഡിയോകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. See you next time.